ഈ പുതിയ വർഷത്തിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ കേട്ടതായ ദൈവവചനം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നുള്ളതാണ് ദൈവവചനം നമുക്ക് നൽകുന്നതായിട്ടുള്ള സനാതനമായിട്ടുള്ള ദൂത്. അതാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അപ്രകാരമാണ് തൻ്റെ വചനം ആരംഭിച്ചത്. എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും കർത്താവിൽ വിശ്വാസമുള്ളവരായിട്ട് നമുക്ക് വളർന്നു വരാം. യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകൻ എന്നാണ് യേശുവിനെ പറ്റി നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. വചനം ചെവി കൊണ്ട് കേൾക്കാൻ മാത്രം പോരാ, പിന്നെ അത് രൂപാന്തരത്തിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാകണം. അത് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് ജീവനും ചൈതന്യവുമുള്ളതാകും. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വായിച്ചതാണ് ഭാഗത്തും പറയുന്നു, കേൾവി വിശ്വാസത്തിലേക്കും വിശ്വാസം അനുസരണത്തിലേക്കും വഴി നടത്തണം. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും അത് നമ്മെ അനുസരണത്തിലേക്ക് നടത്തണം. അപ്പോൾ നമ്മൾ കേട്ടു, നമ്മുടെ പ്രവൃത്തിക്കൊത്ത് നമ്മൾ ന്യായം വിധിക്കപ്പെടുന്നതായിട്ടുള്ളൊരു സമയമുണ്ട്. എന്നാൽ നാം കേൾക്കുന്ന വചനം തന്നെ നമ്മെ ന്യായം വിധിക്കുന്നതായ ഒരു അവസരമുണ്ട് എന്നുള്ളത് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ അവിശ്വാസം, കേൾക്കുന്ന വചനം വിശ്വസിക്കാതെ പോകുന്നത് നമ്മുടെ ന്യായവിധിക്ക് കാരണമാകും. യേശു കർത്താവ് പ്രസ്താവിച്ചതായിട്ടുള്ള വചനം, സുവിശേഷത്തിൻ്റെ വചനം, ജീവൻ്റെ വചനം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇന്നത്തെ കാലികമായിട്ടുള്ള ഭാഷയിൽ നമുക്ക് വ്യത്യസ്തമായ മാധ്യമങ്ങളിലൂടെ ഇന്ന് കേൾക്കുന്നതിന് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ കൺവെൻഷനിലൂടെ നാം മുഴുകിക്കേട്ടതായിട്ടുള്ള ദൈവത്തിൻ്റെ ദൂത് ഈ ദിവസങ്ങളെല്ലാം നമ്മെ പ്രബോധിപ്പിച്ചത്, അത് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. വിവിധ പ്രസംഗങ്ങളിലൂടെയൊക്കെ നമുക്ക് ലഭിച്ചതായിട്ടുള്ള ദൂത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമ്മൾ അവസാനം പറയാനുണ്ടല്ലോ, ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് വചനം മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വ്യാഖ്യാനിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവാണ് ഈ വചനം നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ എപ്പോഴും തുറവിയോടുകൂടെ ശ്രദ്ധയോടുകൂടെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ളതായ വിനയത്തോടുകൂടെ നാം അടുത്തു വരുമ്പോൾ അത് നമ്മെ അനുസരണത്തിലേക്ക് നയിക്കുകയും പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ സമർപ്പണത്തിലൂടെ മുന്നോട്ടുള്ള നമ്മുടെ പ്രവൃത്തി മേഖലകളെയൊക്കെയും നിയന്ത്രിക്കുന്നതിന് സാധിക്കും. ഈ അനുസരണമെന്ന് പറയുമ്പോൾ ദൈവവചനം കേൾക്കുക, അനുസരിക്കുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള സുഖകരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ കേട്ടു, അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കാര്യം പോലും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യമാണ്. അനുസരണത്തിലൊരു വേദനയുണ്ട്, അനുസരണത്തിലൊരു നൊമ്പരമുണ്ട്, അനുസരണത്തിലൊരു വെല്ലുവിളിയുണ്ട്. അതൊക്കെ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ അനുസരണം സാധ്യമേ ഉള്ളൂ. അനുസരണത്തിലൊരു പേഷ്യൻസ് ആവശ്യമാണ്. അനുസരണത്തിന് ഒരു കാലതാമസം നേരിടാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി വളരെ ഒരു പെർസിവിയറൻസ് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തെ അതിനുവേണ്ടി ഒരുക്കി ക്ഷമയോടുകൂടെ സഹനത്തോടുകൂടെ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ കേൾക്കുന്ന വചനം അനുസരിക്കുന്നവരായിട്ട് നിലനിൽക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ദൈവവചനത്തിൽ കേട്ട് അനുസരിക്കുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിലുള്ള വേദനകളും അതിന് പിന്നിലുള്ള ചലഞ്ചസ്, അതിന് പിന്നിലുള്ള നൊമ്പരങ്ങൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് വചനം കേട്ട് അനുസരണത്തിലേക്ക് നമുക്ക് അടുത്ത് വരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ സമർപ്പണം, നമുക്ക് ഈ അനുസരണത്തിന് വേണ്ടിയുള്ള ഒരു സമർപ്പണം നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കുമ്പോൾ പലതരത്തിലുള്ള കഷ്ടതകളും അരിഷ്ടതകളും ഒക്കെ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ കൃപയോടുകൂടെ ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് നിലനിൽക്കുന്നതിന് സാധിക്കണം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ കേട്ടതായിട്ടുള്ള വചനമൊന്നും പാഴായി പോകാതെ ഇരുപ്പാൻ ദൈവമേ ഞങ്ങളിൽ ക്രിയ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവമുമ്പാകെ പ്രാർത്ഥിക്കാം.